താരത് നമ്മുടെ കുഞ്ഞുമണി ഇവിടെ നമ്മുടെ കുട്ടാപ്പി ഇതേ കിടന്ന് ഉറങ്ങുന്നു. കുട്ടാപ്പി കുട്ടാപ്പി പൊന്നെ ഡാ എന്താടി കുട്ടാപ്പിമ്മ ഇവനില്ലേ എന്താണെന്നറിയില്ല. ഞാൻ വിളിക്കുമ്പോൾ അനങ്ങാണ്ട് മിണ്ടാതെ കിടക്കും. വേറെ ആര് വിളിച്ചാലും വിളി കേൾക്കുന്നു കേട്ടോ. അത് പറഞ്ഞാൽ ഇക്കയും മക്കളും വിളിച്ചാൽ വേഗം വിളിക്കുക. അർഷ വിളിക്കും കുട്ടാപ്പി. കുട്ടാപ്പിനൊന്ന് വിളിക്കാം. ഞാൻ വിളിച്ചടിക്കില്ല. കാഴ്ച വെക്കാം. വിളിക്ക് ശരിയായിരിക്കും. വിളിക്ക് എന്നിട്ട് പിണങ്ങി കിടക്ക കുട്ടി എല്ലായിടത്തോ പിണക്കുക. അവൻ എന്നോട് ഉള്ള പിണക്കം കാണിക്കുന്നതാണ്. ഞാൻ വിളിച്ച അനങ്ങില്ല. ഇക്ക് പിള്ളേർ വിളിച്ച് വേഗം വിളിക്കും. അത് പ്രത്യേകിച്ച് അച്ചു ഇക്കയും വിളിച്ചാൽ പെട്ടെന്ന് വിളിക്കും. അർഷാദ് വിളിച്ചാൽ അത്യാവശ്യം വിളിക്കുകയൊക്കെ ചെയ്യും. ചില സമയത്ത് എനിക്കില്ല. ഇവിടെ ഒരാൾ നോക്ക് കാലിക്കിടത്ത് മാന്തിയിട്ട് വേദനിക്കണം എനിക്ക്. ഇങ്ങേരിനെ ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇങ്ങേര് കാലിൽ മാന്ത. ഇതിനാണെങ്കിൽ സ്നേഹം കാണിക്കേണ്ട ഇടയിൽ കൂടെ ഓരോ കടി എനിക്ക് കടിച്ച് കടിച്ച് എൻ്റെ കയ്യൊക്കെ എന്തൊരു വേദനയാ. തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായോ ഞാലിടാം ആകാശ പൊന്നാലിലകളിലായെത്തി തൊട്ടേ വരാം. തുമ്പിവാ പാട്ട് പാടിയപ്പോൾ വെല്ലടിച്ച് അസൂ കുട്ടാപ്പി പെണ്ണങ്ങല്ലട മുത്തേ. കുട്ടാപ്പിമ്മ പാട്ട് പാടി തരട്ടെ. ഊഞ്ഞാലേ പാടാമോ പാട്ട് ഭയങ്കര ഇഷ്ടം. ഞാൻ പാട്ട് മറന്നുപോയി കുട്ടാപ്പി. പാട്ട് മറന്നുപോയി. വേറെ പാട്ട് പാടി തരട്ടെ കുട്ടാപ്പിക്ക്. ആ പൊന്നെ വേറെ പാട്ട് വേണോ? വേറെ പാട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ പാടിത്തരാം. വേണോ? വേറെ പാട്ട് പാടിത്തരാം കേട്ടാ. നോക്കണുണ്ടോ? വേറെ പാട്ട് പാടാം കുട്ടാപ്പിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടാപ്പിക്ക് നമ്മളൊരു പാട്ട് പാടി കൊടുക്കാൻ പോവാണ്. ഏത് പാട്ടാ പാടാ ഹർഷാദേ? കുട്ടാപ്പിക്ക് വേണ്ടിയിട്ട്. ശരിടാ നിൽക്കുമ്പോൾ ഓർക്കട്ടടാ നമ്മുടെ നെഞ്ചോടിച്ചത്. മനതോട് പേസും മായങ്ക ചെയ്താய் മൗനങ്ക പേസും മൊഴിയാനാய் കാലങ്ങൾ യാവും ഉന്നോട് വാഴ. അയ്യോ പാട്ട് മറന്നുപോയി. എന്താണെന്നറിയില്ല. കുറച്ച് ദിവസമായിട്ട് പാട്ടൊന്നും എന്നെ കേൾക്കുന്നില്ല, പാടുന്നില്ല. അപ്പോൾ പാട്ടിൻ്റെ വരികളൊക്കെ മറന്നുപോയി. ഇല്ലെങ്കിൽ ഞാൻ ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ പാട്ടുകൾ കേട്ടുകൊണ്ടേ ഇരിക്കും. എല്ലാ പാട്ടും കാണാതെ ഇങ്ങനെ പാടാൻ പറ്റും. ഇപ്പം എന്താ നമുക്ക് മറന്നുപോയി. അതാണ് എല്ലാം മറക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കെങ്കിലും അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയുന്നത്. ഒരാൾ കിടക്കുന്നുണ്ട്.